ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. കള്ളൻ കപ്പലിൽ തന്നെയാണോ ഉള്ളത്? ആണോ? നമുക്ക് എന്തായാലും ഒന്ന് വിശദമായിട്ട് നോക്കാം. കല്ലിന്റെ മറ്റേ ഈ നിലത്ത് അതൊക്കെ. ഹായ് കുഞ്ഞാനെ, നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന് പ്രതികരിക്കന്നെ ചെയ്യും. ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ? ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി എവിടെ അല്ല? ഈ ഷാഫി സുൽത്താൻ ബത്തേരിൽ നിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കുന്ന പണിയാ? അല്ല, ഓനെ ഒരു സ്വർണ്ണപ്പീടിയയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കണ ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോനാ. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഊമ്പിച്ചോളി. ക്ലൈമാക്സ് എങ്ങനെ ഇരിക്കുന്നു? ക്ലൈമാക്സ് എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഈ സാധനം ഒന്നാമത് ഉടായ്പാണ്. ഇത് ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇനി ഇൻ കേസ് ഇത് നറുക്കെടുക്കുകയാണെങ്കിൽ തന്നെ കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. ഞാൻ നല്ല പോലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം. കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. എങ്ങനെ? നോർമല് ഒരാൾക്ക് നറുക്ക് നോർമൽ അടിച്ചതാണെങ്കിൽ തന്നെ തരാനൊരു ചാൻസും ഇല്ല, അവർക്ക് തരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇത് ഇവര് നോർമൽ ഒരാൾക്ക് അടിക്കാതെ തന്നെ ഇവര് തന്നെ അങ്ങോട്ട് കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് വീതിച്ച് അങ്ങോട്ട് എടുത്ത്, അങ്ങനെയാണ് ഇപ്പം പുറത്ത് വരുന്നത്. ഇതെന്തായാലും ഇപ്പൊ ഒരാൾ ഇങ്ങനെ വന്ന് ഇരുന്ന് കാറിൽ ഇരുന്നിട്ട് ദുബായിലോ സൗദിയിലും കണ്ടാണ് ഞാൻ. ടിക്ടോക്ക് അവിടെയാണ്, അപ്പൊ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് അയപ്പിച്ചതാണ് ഈ വീഡിയോ ഒരാളുടെ അടുത്തുനിന്ന്. അപ്പം ഇങ്ങനെ ഒരാൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയൂല. എന്തായാലും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ. കടത്തില് കുടുങ്ങി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ കടത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നായിരുന്നു. അത് കണ്ട് ആളുകൾ ടിക്കറ്റ് എടുത്ത് അവരുടെ പ്രശ്നം, അവരുടെ മാനസികാവസ്ഥ കണ്ടിട്ട് അത് വീഡിയോയിലൂടെ കാണിച്ച് BGM ഒക്കെ ഇട്ട്. ചില ആളുകൾ BGM ഒക്കെ ഇട്ട് ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോ എന്റെ പൊന്നോ, ഇങ്ങനെ BGM ഒക്കെ കുത്തിക്കെറ്റി ഇട്ടിട്ട് ആളുകൾ ആ ഒരു മാനസികാവസ്ഥ കണ്ടിട്ട് ടിക്കറ്റ് എടുത്ത് 1000 രൂപ കൊടുത്തിട്ട്. മിനിമം 1 കോടി രൂപന്റെ ടിക്കറ്റ്, 1 കോടിന്റെ മുകളിൽ പോയിട്ടുണ്ടോ അറിയില്ല. അതിന്റെ എന്തോ ഒരു കണക്ക് പറഞ്ഞു, എനിക്ക് ക്ലിയർ ഓർമ്മയില്ല. അപ്പം അത്രയും ടിക്കറ്റ് വിറ്റിട്ടുണ്ട്. 1000കണക്കിന് ടിക്കറ്റ് എന്നാണല്ലോ കുഞ്ഞാൻ പറഞ്ഞേ. അപ്പം 1000 ടിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 10 ലക്ഷം രൂപയായി. 10000 ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 1 കോടി രൂപയാണ്. 1000 രൂപേന്റെ ടിക്കറ്റ് അല്ലത് ആണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും 1 കോടിന്റെ അടുത്ത്, 1 കോടി രൂപന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. ആ 1 കോടിയും പിരിപ്പിച്ചെടുത്ത് ആ വീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വീതിച്ചിട്ട് എടുക്കുകയും ചെയ്ത്. എങ്ങനെയുണ്ട്? ഞാൻ അന്നേ പറഞ്ഞാണ് ഇതൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇതിപ്പോ എല്ലാവരും 1000 രൂപന്റെ ടിക്കറ്റ് എടുത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് റിയൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇതെല്ലാവരും ഇപ്പൊ പ്രതികരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ 1000 രൂപ കൊടുത്ത ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ്. ഞാൻ അന്നേ പറഞ്ഞതാണ്, നിങ്ങളെ പൈസ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വ്ളോഗർമാർ വരും. നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ അതിലൊന്നും പോയി ചാടരുത്. പൈസ കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ നോ പറയാ, സ്കിപ്പ് ചെയ്ത് പോവാ. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, പോയില്ലേ? ഇപ്പൊ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്റെ പൈസ പോയി, അവന്റെ പൈസ പോയി, ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല. ഒരാളും ഇതിൽ വിശ്വസിച്ചിട്ടില്ല, ഒരാളും വിശ്വസിച്ചില്ല. നമുക്ക് എന്തായാലും ബാക്കി കാണാം. മറ്റേ ലോമ്പിക്കത് കുഞ്ഞാനെ ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്നെ ആൾക്കാർ അംഗീകരിച്ചേ. ഇത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും എന്നെ ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ കുഞ്ഞാനെ, അനക്കും കിട്ടീന ഒരു പങ്ക്. കിട്ടിയില്ല എന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല. അനക്കും കിട്ടീന്. ഞാൻ ജനിച്ച അപ്പൊ കുഞ്ഞാൻ പാണ്ടിക്കാരൻ എന്തെങ്കിലും പങ്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിന് കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞാൻ പാണ്ടിക്കാരന്റെ പങ്ക്, അതായത് ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഉണ്ടാവും, ഉറപ്പാണ്. അല്ലാണ്ട് എന്തിനു നിൽക്കുക? ഇതിന് മാതിരി നാണം കെടും. പിന്നെ എന്തെങ്കിലും കിട്ടണ്ടേ? ചില്ലറ കിട്ടണ്ടേ? കൊടുത്തിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും, പറഞ്ഞു വാങ്ങിയിട്ടുണ്ടാവും. ഇത് ഉടായിപ്പാണെങ്കിൽ ആൾക്കാരത് സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ വരെ ചെതലത്തെത്തും. അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചു നോക്കി ഇതാരാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് ഇതാരാണ്. എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയാണ് ഇമ്മാതിരി ജനങ്ങളെ ഒമ്പിക്കാന്ന്. ഇതിപ്പോ ഡെയിലി നറുക്കുണ്ട് കേട്ടോ, എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല.
കേരളത്തിലെ ജനങ്ങള് ഇവരൊക്കെ വിചാരം എല്ലാരും പൊട്ടന്മാരൊന്നല്ല. കുറച്ച് ആൾക്കാർ കുറച്ച് മനസാക്ഷി ലെവലുണ്ട്, ഓലയിൽ പോയി പെടുകയും ചെയ്യും. അപ്പൊ കുഞ്ഞാനൊക്കെ പറയണം, ഇതിന് മറുപടി പറയണം. ഇമാരി ഉളുപ്പില്ലാത്ത പണിയെടുത്തതിന് മറുപടി. എനിക്ക് നല്ല സംഖ്യ കിട്ടീന്. ഇത് എത്ര കിട്ടിയില്ലാരുണ്ടെങ്കിൽ എനിക്ക് നല്ല സംഖ്യ കിട്ടീന്. എന്താ വെച്ചാല് ഇത് മൊത്തം വെറുതെ കിട്ടിയല്ലേ. എന്നിട്ട് ഇത് വിൽക്കാൻ വെച്ചപ്പോൾ ഈ നാസറിന്റെ മകന്റെ നമ്പർ ഉണ്ട്, ഈ ഷാഫിന്റെ നമ്പർ ഉണ്ട്, വേറൊരുത്തന്റെ നമ്പറും ഉണ്ട്, ഷാഫിന്റെ ചെങ്ങായിന്റെ. ഇവലെ വാപ്പാരൊക്കെ ഞാൻ അറിയും. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താല് പ്രതികരിക്കാൻ തന്നെ ചെയ്യും കുഞ്ഞാനെ. ഞാന് ഒരു വാപ്പനെയും പേടി ഉണ്ടാവില്ല. തെറ്റ് കണ്ട തെറ്റായി തന്നെ പ്രതികരിക്കും. അതിന് എനിക്കൊരു വാപ്പനെയും പേടിക്കേണ്ട ആവശ്യമല്ല. പിന്നെന്താ വെച്ചാല് ഇതൊക്കെ തിന്നണങ്ങളുണ്ടല്ലോ, പാവപ്പെട്ട ആൾക്കാരെ പൈസ നിങ്ങൾ ആലോചിക്കാൻ. അതിൽ ഈ നാസർക്ക് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട്, ചെറിയ വിഷമമുണ്ട്, ഇത് അയാൾക്കെന്നെ ഒരു മനസാക്ഷിക്ക് ചെറിയൊരിതുണ്ട്, ചെയ്യുന്ന തെറ്റാണ്. അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം. ഇയാൾ ആ നാട്ടുകാരനാണ്. സുൽത്താൻ ബത്തേരിന്ന് ഉള്ളിലേക്ക് 10 കിലോമീറ്റർ പോയാൽ ചെതല. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ അവിടെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്കിങ്ങനെ ആളെ ഒന്നും അറിയില്ല. ഇത് ഞാൻ വിചാരിച്ചത് കൊടകുമായിട്ട് ബന്ധപ്പെട്ട്, പുള്ളി കല്യാണം കഴിച്ചത് ഇവിടുന്നാണ്. പുള്ളിന്റെ മോന്റെ ഫ്രണ്ടാണ് ഈ സാപ്പി എന്നിങ്ങനെ ചാടിക്കളിച്ച് പറയുന്ന കണ്ടില്ലായിരുന്നോ? അതിലൊക്കെ എന്തോ ഒരു ഉഡായിപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നോക്കിയേ, ഈ നറുക്കടിച്ചത് ഈ വീട് കൊടുത്തിട്ടുള്ള നാസർ എന്ന് പറയുന്ന ആളുടെ മകന്റെ ഫ്രണ്ടിന്. ഇന്റർലോക്കിന്റെ പരിപാടിയാണ്, സ്വർണത്തിന്റെ പരിപാടിയാണ് പോലും. അത് വേറൊരു കേസ് ഉണ്ട്, അത് വേറെ. പിന്നെ ലോറിയിൽ പോകുന്നതാണ്. ലോറിയിൽ പോയിട്ട് പിടിച്ച് നിർത്തിയിട്ട് വീഡിയോ എടുത്താണ്. സിമ്പിൾ പരിപാടിയാണ് അതൊക്കെ. ഇത് വയനാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോറി നിർത്തിയിട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ ലോറിയിൽ വരുമായിരുന്നു. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വന്ന് പിടിച്ചിട്ട് വരെ വീഡിയോ. എന്താ ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ എന്താ ഇപ്പോ? അത് വിശ്വസിക്കാൻ പറ്റുമോ? ഇത്രയും വലിയൊരു പരിപാടി കാണിച്ചിട്ട് ഇങ്ങനെ കൈയിട്ടിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലിപ്പോ അത് കണ്ട ഞങ്ങളിപ്പോ ഇത് ലോറിയിൽ വന്നിട്ട് ഇതാ ഞങ്ങള് പണിക്ക് പോകുന്ന ഒരാളാണ്, അവൾക്ക് തിരക്കാണ്. എന്ത് 19 ലക്ഷം രൂപ, മിനിമം ഒരു 50 ലക്ഷം ഉണ്ടാവില്ല ആ വീടിന്. 15 ലക്ഷം രൂപ ജെമിനി കാറ്. പിന്നെ ഇതൊന്നും കിട്ടിയ ആളുകൾക്ക് വരാൻ നേരല്ല, അങ്ങോട്ട് പോയി കാണണം. അതും ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നൊരു സംഭവം. അങ്ങനെ അവിടെ പോയി കാണും. അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം. അമ്മാതിരി ഒരു തെണ്ടിത്തരം കാണിച്ചിട്ടൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? ഇനി ഈ നറുക്ക് എടുക്കുമ്പോ ഒട്ടിച്ചതായിരുന്നില്ല, അതിന്റെ മുകളില് പശ ഉണ്ടാവൂലേ, അത് ഇങ്ങനെ പൊളിച്ച അടയാളം ഉണ്ടാവൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന് ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറിന് കാണിക്കുന്നില്ലേ, ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു നോക്കുന്നു. സിമ്പിൾ. ഇതൊരു ഉദാഹരണമാണ്. 3 ഭാഗത്ത് ടാപ്പ് ഒട്ടിച്ചിട്ട് അതിന്റെ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ എടുക്കുക. ഒരു ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുമല്ലോ, അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് ചാടിയിട്ടാൽ അതിങ്ങനെ എടുക്കാൻ പറ്റും. അതാണ് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടേ. അതിലാണ് ആളുകൾ ഡൗട്ട് തുടങ്ങിയത്. ഇങ്ങനെ ആയിരിക്കാം ഡൗട്ട് തുടങ്ങിയത് അതാണ്. അല്ലെങ്കിൽ ഈ സാധനം മാത്രം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് പറിച്ചെടുത്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു ടൈപ്പ് ഗം വെച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് ഡൗട്ട് തുടങ്ങിയത്. ഇങ്ങനെ ഇങ്ങനെ തപ്പുന്നില്ലായിരുന്നോ? ആ തപ്പുന്നതിലാണ് ഡൗട്ട് തുടങ്ങിയത്. ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അറിയോ? പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഹൈദർ മധൂറാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു 8-9 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം. ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അറിയോ? പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക, ഈ നറുക്കെടുപ്പൊക്കെ ഒരിക്കൽ കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്ത് നിന്നാണ്. നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ്. ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ്. നാസർക്ക മതി, ഇത് തന്നെ മതി. ആദ്യം ആ നറുക്കെടുത്തത് ആളുകൾ സംശയിച്ചു. അതിൽ നല്ലൊരു ഡൗട്ട് ഉണ്ടായത്. കാരണം ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ എടുത്തപ്പോ നല്ല ഡൗട്ട് ഉണ്ടായത്. ഇനിയിപ്പോ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി എന്ത് പറയാനാ? ഈ നറുക്കെടുത്തിട്ട് ആളുകളൊക്കെ എന്ത് പറയാനാ ഇനി? എന്ത് പറയാനാ? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ അന്ന് പറഞ്ഞപ്പോ ആളുകള് അഷ്കത്രയ്ക്ക് അങ്ങനത്തവനാണ്, ഇങ്ങനെയുള്ളവനാണ്, ഈ സ്വഭാവമുള്ളവനാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്, ബച്പൻക്ക് ദോസ്താണ്. ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? പിന്നെ തീർന്നിട്ടില്ല. 13 എന്തൊരു പൊട്ടത്തര അല്ലെങ്കിൽ കാണിച്ചേ. ഈ നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ള ആളുടെ മകന്റെ ഫ്രണ്ടിന് ഇത് കൊടുക്കാൻ പോവോ? പുതിയൊരു ബന്ധം സ്ഥാപിക്കണ്ടേ അവിടെ?
എന്നാലൊക്കെ അല്ലേ ആളുകൾക്ക് ഡൗട്ട് കൊടുക്കാതിരിക്കും. ഇത് സ്വന്തം മകന്റെ ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞാല് ഇവരുടെ ഫാമിലി റിലേറ്റീവ്സ് നൈബേഴ്സ് അവർക്കൊക്കെ അറിയാലോ ഇവരെ കുറിച്ച്. ഇത് ഫ്രണ്ട്സാണ്, ഇവരുടെ മകന്റെ ഫ്രണ്ടാണ് എന്നൊക്കെ അറിയാലോ. എന്തായാലും ബാക്കി വെക്കാം. അതൊന്ന് കേട്ടോക്കെ. നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. 13 ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങൾ നിന്റെ കണ്ണുകളിൽ തന്നെ വല്ലാത്ത വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ പൊന്നുമോനെ സാപ്പി. നീ പറഞ്ഞില്ലേ 13 ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി. ഈ 13 ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തല്ല, കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണ് എടുത്തത്. ഓൺലൈൻ വഴി എടുത്തപ്പോൾ വാട്സപ്പ് വഴി എടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിൻ്റെ നിനക്ക് അയച്ചു തന്നതിൻ്റെ രേഖകളൊക്കെ കാണണം. പോട്ടെ, അത് ഉണ്ടാവില്ല, കാരണം നീയും ക്ലിയർ ചാറ്റ് അടിച്ചു, അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെ വരുമല്ലോ. പക്ഷെ വേറൊരു സംഭവമുണ്ട്, എന്താ അറിയോ? ശരിയാ. അപ്പൊ തെളിവുകളൊന്നും വന്നിട്ടുമില്ല, അവിടെ പോയിട്ടില്ല, ആദ്യമായിട്ടാ പോണത് എന്നൊക്കെ പറഞ്ഞു വരും. ഓൺലൈനാണ് എടുത്തതെന്ന് പറഞ്ഞു വരും. എന്തായാലും ഓൺലൈൻ എടുത്തതാണെങ്കിൽ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടാകുമല്ലോ. 13 ടിക്കറ്റ് 13,000 രൂപ, 1000 രൂപേന്റെ ടിക്കറ്റ് ആണെങ്കിൽ 13,000 രൂപ. ഇപ്പൊ ഫ്രണ്ട്സ് കൂടി എടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോ ആര് കൂടി എടുക്കുകയാണെങ്കിൽ, 2 പേര് എടുക്കുകയാണെങ്കിൽ, ഒറ്റ ആൾ എടുക്കുകയാണെങ്കിൽ 13 ടിക്കറ്റിന് 13,000 രൂപ എടുക്കേണ്ടി വരും. അതിന് തെളിവുണ്ടാവുമല്ലോ. ഓൺലൈൻ ആണെങ്കിൽ പൈസ അയച്ചിട്ടുണ്ടാകുമല്ലോ, ടിക്കറ്റ് അവർ അയച്ചു കൊടുത്തിട്ടുണ്ടാകുമല്ലോ. നോക്കാം. ഈ 13 ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ച് കാണുമല്ലോ അല്ലേ? ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലല്ലോ. അമ്മായിന്റെ മോനൊന്നുമല്ലല്ലോ, ആദ്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി ആളല്ലേ. അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ? ആ 13 ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്ന് നിനക്ക് കാണിക്കാൻ പറ്റുമോ? ചെതലയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്കയുടെ മകന്റെ ഉറ്റ സുഹൃത്ത് സാപ്പി, നിനക്കെന്താ ജോലി? സ്റ്റോണോ? ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന്? ശുദ്ധ തട്ടിപ്പാണ് മോനെ നീ. നിനക്ക് സ്വർണ്ണക്കടയിലാണ് ജോലി. നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത്. മക്കളെ, പാണ്ടിക്കാട് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതിനിപ്പോ സ്റ്റോണിന്റെ വർക്കാണെന്ന് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആൾമാറാട്ടം ചെയ്ത് വന്ന എങ്ങനെയാണോ? താടിയൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത്, മീശയൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് അങ്ങനെ വന്നതാണോ? എന്നാ പാളിയിട്ടുണ്ടാവും അങ്ങനെ ആണെങ്കിൽ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നാട്ടുകാരില്ലേ, ഇത് വീഡിയോസ് കാണൂലേ, നാട്ടിലുള്ള ആളുകള് കാണും, ഫ്രണ്ട്സ് കാണും, ഫാമിലിയുള്ള ആളുകൾ കാണും. അവർക്ക് മനസ്സിലാവൂലേ ഇവന്റെ ഫ്രണ്ടാണ്, ഇദ്ദേഹത്തിന്റെ മകന്റെ ഫ്രണ്ടാണ്. ഈ നാസർ എന്ന് പറയുന്ന ആളുടെ, വീടിന്റെ ഓണർ ആയിട്ടുള്ള നാസർ എന്ന് പറയുന്ന ആളുടെ മകന്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലാവൂലേ? എന്തൊരു പൊട്ടത്തരമായി കാണിച്ചു വെച്ച. അല്ലെങ്കിൽ ഉടായിപ്പ് ചെയ്യുമ്പോ കുറച്ച് കുരുട്ടുബുദ്ധിയെങ്കിലും വേണ്ടേ? അതുമില്ലേ? വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നാല്? എന്തിന്റെ കാര്യം ഉണ്ടായിരുന്നു? എന്തിന്റെ കാര്യം ഉണ്ടായിരുന്നു? ബാക്കി ഞാൻ വന്ന് പറഞ്ഞില്ലേ, ഞാൻ ആരെയും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതുമല്ല. ഞാൻ എന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഞാൻ ഇതൊന്ന് അന്വേഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ. ഈ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ടല്ലോ, പാണ്ടിക്കാട് കുഞ്ഞനും ഭാര്യയും മക്കളും 2 വർഷം മുമ്പ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യവേ, ബാംഗ്ലൂരിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകന് അവിടെ നിന്ന് അതിലെ കൂടി പോകുന്ന ഒരു പശുവിൻ കുട്ടി മെല്ലെ ഒന്ന് മുട്ടിയിട്ട് പോയി. പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകൻ വീഴുകയും പുറകിൽ നിന്ന് ലേശം തൊലി പൊളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് ഈ ലോകത്തോട് പറഞ്ഞെന്താണെന്നറിയോ? എന്റെ മകന് ബൈക്ക് ആക്സിഡന്റ് ആകുകയും ബൈക്ക് പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വലിയ കമ്പി വയറിലേക്ക് തുളച്ചു കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുകയാണെന്ന് പാണ്ടിക്കാട് കുണ്ണനും ഭാര്യയും ഈ സമൂഹത്തോട് പറഞ്ഞിട്ട്, അന്ന് നിങ്ങൾ സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചില ആളുകളുടെ പേഴ്സണലൊക്കെ പോയിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അറിയാത്ത കാര്യം പറയുന്നുമില്ല. പക്ഷേ റീച്ച് ഉണ്ടാക്കിയത്, ഈ സമൂഹത്തിന് മുമ്പിൽ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം മകന് കമ്പി കയറി എന്ന് പറഞ്ഞവനാ. അന്നും ഞാൻ ഇന്നും ചോദിക്കുന്നു, നീ അഡ്മിറ്റ് ചെയ്ത സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ സമ്മറി ഹിസ്റ്ററി ഉണ്ടല്ലോ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുമോ നിനക്ക്? സ്വന്തം മകന് കമ്പി കയറിയിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ നീ എന്തിനും തയ്യാറാകും?
നീ പറയുന്ന സേവ്യർ പൊക്ക ആളുകളുടെ ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടി സേവ്യറും വെക്കും, ഇനിയും എന്നിട്ടും പൊങ്ങുന്നില്ലെങ്കിൽ നീ പലതും കൊടുക്കും അവർക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പാണ്ടിക്കാട് ഗുണ, നീ ഭൂലോക ഉടായിപ്പാണ്. നീ പറഞ്ഞില്ലേ എന്താ വിളംബരം, പക്ഷെ നിനക്ക് അറിയില്ല ഈ സേവ്യർ വിൽക്കുന്നത് പോലെ അല്ല. എന്റെ മോനെ ഫുള്ള് സീനാണല്ലോ, ഫുൾ സീന്. സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സംഭവം പൊളിഞ്ഞ്. കള്ളൻ ആണെങ്കിൽ കട്ടിട്ട്, ഉണ്ടെങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. പക്ഷേ ഒരാൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉഡായിപ്പാണ്, നിങ്ങൾ പറ്റിക്കപ്പെടും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഒരാൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും അയാളുടെ വാക്കുകൾ ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആ ഓർമ്മ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതായത് താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.